ഹലോ മക്കളെ, എല്ലാവർക്കും +1 ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയുള്ള എല്ലാ +1 കണ്ടന്റ് വീഡിയോസും ലൈവുകളൊക്കെ നടക്കാൻ പോകുന്നത് ഇതേ ചാനലിൽ തന്നെയായിരിക്കും. ഓൾസോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ യൂണിറ്റ്സിനെയും പിന്നെ മെഷർമെൻറ്റ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അതിൽ ആദ്യം പഠിക്കാനുള്ളത് യൂണിറ്റ്സ് തന്നെയാണ്. അതിൽ പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞ യൂണിറ്റ്, നീളം, അത് നമ്മൾ മീറ്ററിൽ പറയാനുണ്ട്, 2 മീറ്റർ 3 മീറ്റർ എന്ന് പറയാനുണ്ട്, കിലോമീറ്ററിൽ പറയാനുണ്ട്. കുറച്ച് കൂടുതലാണെങ്കിൽ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 400 കിലോമീറ്റർ എന്ന് പറയാനുണ്ട്. ഇനി ചെറിയ ചെറിയ ലെങ്ത്താണ് സെൻറ്റിമീറ്റർ, അതിലും ചെറുതാണ് മില്ലിമീറ്റർ, അതിലും ചെറുതാണ് കുറേ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരേ ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലെ ലെങ്ത്, അതിന് പല പല യൂണിറ്റ്സിന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, അങ്ങനെ കുറേ സാധനങ്ങളുള്ളപ്പോഴും നമ്മൾ അതിൽ ഒരാളെ നമ്മൾ ചൂസ് ചെയ്തു. എന്നിട്ട് അയാൾ നമ്മൾ പറഞ്ഞു ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, അല്ലെ SI യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അതിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുക? മീറ്റർ ആയിട്ട് എടുക്കുക. അവിടെ പോയി മീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അത്രേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മീറ്റർ ആണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണോ? അല്ല, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പ്രകാരം നമ്മൾ മീറ്റർ എടുക്കുക. അപ്പോൾ ഇൻ്റർനാഷണലി എഴുതുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്സും മീറ്ററിലായിരിക്കും. ഇൻ്റർനാഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന എന്ത് സയൻറ്റിഫിക് കാര്യങ്ങളിലും ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ആ ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവരും ഒരേ ഇത് ഫോളോ ചെയ്താൽ എളുപ്പമാവുന്നുള്ള രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് മീറ്റർ ആക്കിയത്. ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. അതുപോലെ ഓരോ ക്വാണ്ടിറ്റീസിനും SI യൂണിറ്റ് ഉണ്ട്. SI യൂണിറ്റ്സ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണ്ടെങ്ങാണ്ടോ, ഈ കറക്റ്റ് കഥ ഇപ്പോൾ ഓർമ്മയില്ല, ഞാൻ വേണേൽ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പണ്ടെങ്ങാണ്ടോ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവരൊരു സ്പേസിലേക്ക് സാറ്റലൈറ്റ് എന്തോ വിടുമായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെ മെഷർമെൻറ്റ്സ് ഉണ്ടാക്കി, എന്നിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ്, അതിനനുസരിച്ച് എഞ്ചിനീയേഴ്സ്, എനിക്കൊന്ന് ഫിസിക്സ് ആയിരുന്നു, തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു, അവർ കുറേ കാൽക്കുലേഷൻ ഉണ്ടാക്കി, എന്നിട്ട് എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനെ പ്രകാരമാണ് ഇവർ സാറ്റലൈറ്റ് ഒന്നും ഉണ്ടാക്കുന്നത്. എക്സാക്ട്ലി ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, പിന്നീട് നോക്കാം. അപ്പം ഇവർ റിപ്പോർട്ട് ചെയ്ത നമ്പേഴ്സൊക്കെ ഏതോ ഒരു പ്രത്യേക യൂണിറ്റിലാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് സിംപ്ലിസിറ്റിക്ക് പറയാം, CGS യൂണിറ്റാണ്, സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സ് എന്നാണ് സിസ്റ്റം ഉണ്ട്. സെൻറ്റിമീറ്ററിലും ഗ്രാമിനും സെക്കൻഡ്സിലും ആണ് യൂണിറ്റ്. അപ്പോൾ അവർ അതിൽ പറഞ്ഞു 4.2 ആണ് ഇതിൻ്റെ ഇന്ന വാല്യൂ, എഞ്ചിൻ്റെ എന്തോ വാല്യൂ. ഇതൊക്കെ ഞാൻ വെറുതെ ഡീറ്റെയിൽസ് ഒക്കെ വെറുതെ പറയുന്നത് കേട്ടോ, അത് ഇഗ്നോർ ചെയ്യാം. അത് പ്രകാരം ഈ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കി. പക്ഷേ എഞ്ചിനീയേഴ്സ് 4.2 എന്ന് കണ്ടപ്പോൾ അവർ വിചാരിച്ചു അത് SI സിസ്റ്റം ആയിട്ട് 4.2 മീറ്റർ പെർ സെക്കൻഡ്. SI സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ്. അപ്പോൾ ഒരു 4.2 മീറ്റർ ആണെന്ന് വിചാരിച്ച് ചെറിയൊരു മാറ്റം, ചെറിയൊരു മിസ്റ്റേക്ക്. അതുകൊണ്ട് എത്രയോ മില്യൺസിൻ്റെ നഷ്ടമാണ്. കാരണം ആ സാറ്റലൈറ്റ് എന്തോ ക്രാഷ് ആയോ എന്തോ സംഭവിച്ചു. ഈ ചെറിയൊരു കാര്യം കൊണ്ട്, ഈ യൂണിറ്റ്സ് തെറ്റിയത് കൊണ്ട് എത്രയോ ബില്യൺസാണ് നഷ്ടപ്പെട്ടത്. ഇനി ഇതിൻ്റെ കറക്റ്റ് സ്റ്റോറി നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളായിട്ട് ചിലപ്പം ഡീറ്റെയിൽസിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ്സിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ യൂണിറ്റ്സ് എങ്ങനെ കൺവേ ചെയ്യുന്നുള്ള കാര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ 4.2 എന്ന് പറഞ്ഞത് കണ്ടില്ല, കാര്യമില്ല. 4.2 കിലോമീറ്റർ ആണോ മീറ്റർ ആണോ എന്നുള്ള കാര്യം ഡെയിലി ലൈഫിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ സയൻറ്റിഫിക് ലൈഫിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇനി സാർ SI യൂണിറ്റ് ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ബാക്കി എത്ര പേരുണ്ട് ഇതുപോലെ? ലെങ്ത്ത് മാത്രമേ ഉള്ളൂ? അല്ല, ലെങ്ത്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇത് കൂടാതെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ? യെസ്, ആക്ച്വലി 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും 7 SI യൂണിറ്റ്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ലെങ്ത് ആണ് ഫസ്റ്റ് ക്വാണ്ടിറ്റി. ലെങ്ത്തിന് പല പല യൂണിറ്റ്സ് ഉണ്ട്. കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, പല പല യൂണിറ്റ്സ് ഉണ്ട്. ഇനി അതിൻ്റെ താഴേക്കും നാനോമീറ്റർ, പൈക്കോമീറ്റർ കുറേ ഉണ്ട്. പക്ഷേ അതിൽ SI യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതാണ് മക്കളെ SI യൂണിറ്റ്. SI യൂണിറ്റ് അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് മീറ്റർ എന്നാണ്. METRE, മീറ്റർ. സിമ്പിൾ എന്താണ്? ഓരോ യൂണിറ്റിന് സിമ്പിൾ ഉണ്ടാവും. സെൻറ്റിമീറ്റർ CM, കിലോഗ്രാമിന് kg, അതുപോലെ മീറ്ററിന് സ്മോൾ എൻ. ഒരു സംശയമില്ല, മീറ്റേഴ്സ് അല്ല മീറ്ററാണ്. സിംഗുലറിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വാണ്ടിറ്റി മാസ് ആണ്. മാസിന് പല യൂണിറ്റ് ഉണ്ട്. ഗ്രാം ഉണ്ട്, ടൺ ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, അങ്ങനെ പല പല യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ SI യൂണിറ്റ് എന്താണ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പ്രകാരം യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം
ഗ്രാം. അതിന് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? കെ ജി. ഇത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, സാർ ഇതൊക്കെ സിമ്പിളല്ലേ. പക്ഷേ എക്സാമിൽ, നിങ്ങൾ പബ്ലിക് എക്സാമിൽ ഒരു ചോദ്യം ഈ ടേബിളിൽ നിന്ന് ഏതെങ്കിലും ക്വാണ്ടിറ്റീൻ്റെ എസ് യൂണിറ്റ് ഉറപ്പാണ്. മിക്ക വർഷങ്ങളുണ്ട്. ടൈം മണിക്കൂറുണ്ട്, അവേഴ്സ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്, സെക്കൻഡ്സ് ഉണ്ട്, പല വേറെ വലിയ വലിയ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എസ് ഐ യൂണിറ്റ് അവർ അല്ല, മിനിറ്റ് അല്ല, സെക്കൻഡാണ്. എസ് ആണ് സിമ്പിൾ, എന്തല്ല, SCC അല്ല. അപ്പോൾ ഇങ്ങനെ എഴുതരുത് ഇനി മുതൽ. ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ഇതുവരെ, ഇനി എഴുതരുത്. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എന്താ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക് കറണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് കറണ്ടിന് കുറേ യൂണിറ്റ് ഒന്നും അറിയാത്തതുകൊണ്ട് ഭാഗ്യം അല്ലേ. ആംപിയർ ആണ്. ആംപിയർ ക്യാപിറ്റൽ A ആണ് എൻ്റെ സിമ്പിൾ. 2 ആംപിയർ, 3 ആംപിയർ, ക്യാപിറ്റൽ A. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന സാധാരണ ടെമ്പറേച്ചർ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കൂൾനെസ്. എത്രത്തോളം ചൂടുണ്ട്, എത്രത്തോളം തണുപ്പുണ്ട്. എന്ത് യൂണിറ്റിലാണ് പറയുക? ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലേ? അല്ല, അതൊക്കെ യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ് കെൽവിനാണ്. സർ ഡിഗ്രി കെൽവിൻ ആണോ? അല്ല, വെറും കെൽവിൻ, സിമ്പിൾ വെറും K. ഡിഗ്രി സെൽഷ്യസ് ആ സർക്കിൾ ഇട്ടിട്ട് 0 ഇട്ടിട്ട് C എഴുതുക, ഡിഗ്രി ഫാരൻഹൈറ്റ് 0 ഇട്ടിട്ട് F എഴുതുക. പക്ഷേ കെൽവിൻ ഡിഗ്രി കെൽവിൻ അല്ല, വെറും കെൽവിനാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. കെമിസ്ട്രിയിൽ നിങ്ങൾ ഹൈഡ്രജൻ്റെ ഇത്രയും അളവുണ്ട്, ആറ്റംസ് ഇത്രയും ആറ്റംസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിനൊക്കെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ. കുറേ ആറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും 1 മോള് 2 മോള് ഹൈഡ്രജൻ, അല്ലെങ്കിൽ 3 മോള് ഓക്സിജൻ മോളിക്യൂൾസ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ, എമൗണ്ട് ഓഫ് കാർബൺ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മോൾ എന്ന് പറഞ്ഞ യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് മക്കളെ? അതിനൊരു SI യൂണിറ്റ് ഉണ്ട്, അത് മോളാണ്. അതിൻ്റെ സിമ്പിളും ഇതുപോലെ തന്നെയാണ്. ഈ എടുത്ത് കളഞ്ഞാൽ മതി. നമ്മൾ എപ്പോഴും 3 മീറ്റർ എന്ന് എഴുതില്ലല്ലോ, 3 M എന്നല്ല എഴുതുള്ളൂ. അതേപോലെ എപ്പോഴും നിങ്ങൾ MOLE ചേർത്ത് എഴുതണ്ട, ഈ എടുത്ത് കളഞ്ഞേക്ക്, 3 മോൾ, LE ഇല്ലാണ്ട്. ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റ് ബൾബിൽ നിന്ന് വരുന്ന പ്രകാശം, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിമ്മാണെങ്കിൽ കുറവായിരിക്കും, നല്ല ബ്രൈറ്റ് ആണ് കൂടുതലായിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് വേണ്ടേ? കൂടുതലാണെങ്കിൽ ഇത്ര 30 യൂണിറ്റ്സ്, കുറവാണെങ്കിൽ 2 യൂണിറ്റ്സ്. എന്ത് യൂണിറ്റ്? കാൻഡില. അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. യൂണിറ്റിൻ്റെ സിമ്പിൾ CD ആണ്. ഇതെങ്ങനെ ചോദ്യം വരിക വളരെ സിമ്പിളാണ്. വാട്ട് ഇസ് ദി SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി? വാട്ട് ഇസ് ദി SI യൂണിറ്റ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ? വാട്ട് ഇസ് ദി SI യൂണിറ്റ് ഓഫ് മോൺ ഡിസ്റ്റൻസ്? വാട്ട് ഇസ് ദി SI യൂണിറ്റ് ഓഫ് മാസ്? ചോദ്യം എക്സാമിൽ വരും. ഇത്രയേ ഉള്ളൂ സംഭവം. പഠിച്ചു വെക്കുക. ഓക്കെ, സിമ്പിൾ അടക്കം പഠിച്ചു വെക്കുക. എവിടെയാണ് ക്യാപിറ്റൽ, എവിടെയാണ് സ്മോൾ? ഇതെല്ലാം സ്മോളിലാണ് നിങ്ങൾ എഴുതേണ്ടത്. പേര് എഴുതുമ്പോൾ സ്മോളിലാണ്, സിമ്പിൾ എഴുതുമ്പോൾ ഡിപ്പെൻസ്. ഇത് ക്യാപിറ്റൽ, ഇത് സ്മോൾ, ക്യാപിറ്റൽ, സ്മോൾ. അതും കൂടി ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി സാർ ഇത് മാത്രമല്ലല്ലോ ക്വാണ്ടിറ്റീസ് ഉള്ളത്, വേറെ ക്വാണ്ടിറ്റീസ് അല്ലേ? ഫോർ എക്സാമ്പിൾ സ്പീഡ് ഒരു ക്വാണ്ടിറ്റി, അതിന് SI യൂണിറ്റ് ഉണ്ട്. മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ല, മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വർക്ക്, ഫോഴ്സ് ഒക്കെ ഈ ക്വാണ്ടിറ്റീസ് അല്ലേ? അതൊന്നും ക്വാണ്ടിറ്റീസ് അല്ലാത്തല്ലോ, പിന്നെ എന്തിനാണ് എവിടെ ഇടാത്തത്? മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അഥവാ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഈ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ കോമ്പിനേഷൻ വെച്ചിട്ട് വേറെ ആൾക്കാരെ വെച്ച് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ലെങ്ത് ആണ്, അത് വേറെ ആൾക്കാരുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. മാസാണ്, ടൈമാണ്. എന്നാൽ സ്പീഡ് നമുക്കിങ്ങനെ പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്പീഡിന് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതായത് ബേസിക്കലി സ്പീഡ് എന്താണ്? ഒരു ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടല്ലേ സ്പീഡിനെ ഡിഫൈൻ ചെയ്യപ്പെട്ടത്? അതെ. അപ്പോൾ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അത് 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട്, അല്ലെ 2 3 whatever, ഒന്നിൽ കൂടുതൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ ഇതിൽ പിടിച്ചിട്ടില്ല, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി പിടിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഈ ഫോഴ്സ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. കാരണം ആലോചിച്ച് നോക്ക്, ഫോഴ്സിനെ ഡിഫൈൻ ചെയ്ത മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. പക്ഷേ ആക്സിലറേഷൻ ഉള്ളിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കിടപ്പുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പം വെലോസിറ്റി അല്ലെ സ്പീഡ് ലെങ്ത്തിന് കിട്ടും. അപ്പോൾ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യും ആക്സിലറേഷൻ. പിന്നെ ബൈ ടൈം ഉണ്ട്, അപ്പോൾ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യും. ആക്ച്വലി താഴെ 2 ടൈം വരും വേറെ.
വെലോസിറ്റിയിൽ തന്നെ ലെങ്ത് ബൈ ടൈം ഉണ്ട്, പിന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, 2 ടൈം എവിടെ. ബേസിക്കലി ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കിട്ടും, മാസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കിട്ടും. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മൾട്ടിപ്പിൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് കിട്ടിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ലെങ്ത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ? അല്ല. ലെങ്ത്തിന് വേറെ ഫോർമുലയൊന്നുമില്ല, വേറെ ആൾക്കാരൊന്നും ലെങ്ത് ഉണ്ടാക്കിയെടുക്കുക ഇല്ല, വേറെ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് എല്ലാ ലെങ്ത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ്. ലെങ്തിനെ മാസ് വെച്ചിട്ട് കിട്ടാൻ പറ്റില്ല, ലെങ്ത്തിന് ടൈം വെച്ച് ചെയ്യാം, ബന്ധമില്ല. മനസ്സിലായില്ലേ? മാസിനെ നിങ്ങൾ വേറെ ക്വാണ്ടിറ്റീസ് ഫോഴ്സൊക്കെ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ല, മാസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ അതർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ്. ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും ടെക്സ്റ്റ് ബുക്കിലില്ല, പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു വേണ്ട, പരീക്ഷയ്ക്ക് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്, 7 SI യൂണിറ്റ്സ് ഉണ്ടാവും. സാർ, ഈ SI സിസ്റ്റം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, വേറെ സിസ്റ്റംസ് ഇല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉത്തരം പറയുന്നത് 3 സിസ്റ്റമാണ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത്. അതിന് ജസ്റ്റ് പേരും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് CGS, സെൻറ്റിമീറ്റർ ഗ്രാം ടൈം സെക്കൻഡ്സിൽ, ലെങ്ത് സെൻറ്റിമീറ്ററിൽ, മാസ് ഗ്രാമിൽ, സമയം സെക്കൻഡിൽ, അങ്ങനെ വരുന്ന യൂണിറ്റാണ് മക്കളെ, സിസ്റ്റമാണ് CGS സിസ്റ്റം. നെക്സ്റ്റ് FPS, ഫുട്ട് പൗണ്ട് ടൈം സെക്കൻഡ്സിൽ തന്നെ, എപ്പോഴും ടൈം സെക്കൻഡ്സിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഫുട്ട് ലെങ്ത്തിന്, പൗണ്ട്, ഇത് കൂടുതൽ പുറത്തേക്കൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. നിങ്ങൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കൂടുതൽ ബ്രിട്ടീഷിലായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് MK സിസ്റ്റം. MKS SI യൂണിറ്റ് പോലെ തന്നെയാണ്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പോൾ സാർ SI സിസ്റ്റം തന്നെയല്ലേ? അല്ല, കാരണം MK സിസ്റ്റത്തിൽ ലെങ്ത്തിന് യൂണിറ്റ് ഉണ്ട്, മീറ്റർ, മാസിന് യൂണിറ്റ് ഉണ്ട്, ടൈമിന് യൂണിറ്റ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് MK സിസ്റ്റത്തിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ SI സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയൊരു ബ്രാഞ്ചാണ്. മാക്സിൽ നിങ്ങൾ സെറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് SI സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സബ്സെറ്റാണ് എന്ത്? MK സിസ്റ്റം. അപ്പോൾ MKSും SIയും ഈക്വൽ ആണോ? അല്ല, SI വലുതാണ്, ചെറിയൊരു സബ്സെറ്റാണ് MKS. അതിൻ്റെ പുറത്തും യൂണിറ്റ് ഉണ്ട്, ടെമ്പറേച്ചറിന് MKS സിസ്റ്റത്തിൽ യൂണിറ്റ് ഇല്ല. മനസ്സിലായില്ലേ? മറ്റേ എന്താണ്, ലൂമിനസ് ഇൻറ്റൻസിറ്റിക്ക് ഇല്ല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനില്ല, കറണ്ടിനില്ല. 2 സെയിം അല്ല, പക്ഷേ 2നും സെയിം ആൾക്കാരെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ SI സിസ്റ്റത്തിൽ 4 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സ്ട്രാ പഠിക്കാനുള്ളൂ. ഇന്ന് ചോദ്യങ്ങളൊന്നും എക്സാമിന് വരാറില്ല. ഇനി ഫുട്ട് പൗണ്ട് കൺവേർഷനൊന്നും പഠിക്കാനില്ല, മീറ്ററിലേക്കും പിന്നെ അതുപോലെ കിലോഗ്രാമിൽ കൺവേർഷൻ പഠിക്കാനില്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഈ കാലത്ത് ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. 2.5 ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും മകളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് ആണ് വേണമെങ്കിൽ, ഇതിപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടമാവുന്നുണ്ട്, കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് +1 വേണമെങ്കിൽ, ഫിസിക്സിനെ മാത്രമല്ല കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവുന്നതായിരിക്കും, മാത്സ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ആണ്. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ ജോയിൻ ചെയ്ത് താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റഡി മീറ്റിൽ ഒരു വർഷത്തെ ഫീസ് 6000 ആണ്. കംപ്ലീറ്റ് സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ.